തീർന്നില്ലേ അമ്മേ? ആ തീർന്നു. ഒരു ഫിനിഷിംഗ് ടച്ച് കൂടി. എനിക്കതിനെ കുറിച്ചൊരു മണ്ണാങ്കട്ടി അറിയില്ല. എങ്കിലും ഞാൻ കൂടെ ഒന്ന് നോക്കിയേക്കാം അല്ലേ? ആ നോക്കിക്കോ. കൊറേ ഉറക്കം വിളിച്ചതല്ലേ? ഇനി ഇത് അയക്കാൻ വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാം. അമ്മായി കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട് പെയിന്റിംഗ്? വലിയ കുഴപ്പമില്ല. നമ്മുടേത് അവരുടെ വർക്കിനേക്കാൾ നന്നായാലും ഇല്ലെങ്കിലും നമ്മൾ അവരുടേത് കുളമാക്കിയിരിക്കും. നോ ഡൗട്ട്. കറക്റ്റ്. നമ്മുടേത് നന്നാവോന്ന് കരുതണ്ട, അവരുടേത് വൃത്തിയേടാക്കിയാൽ മതി. അത് ഞാൻ ഏറ്റു. ACP ഇതുവരെ ഉറങ്ങിയില്ലേ? ACP എങ്ങനെ ഉറങ്ങും? എന്റെ മീനാക്ഷി ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു ദിവസം ഈ മീനാക്ഷി ഇവിടെ ഇല്ലെങ്കിൽ ACP എന്ത് ചെയ്യും? അങ്ങനെ മീനാക്ഷി ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എവിടെയായിരുന്നു ഇതുവരെ? അറിയില്ലേ, അമ്മയും ഞാനും കൂടി മ്യൂറൽ പെയിന്റിങ്. എന്നിട്ട് കഴിഞ്ഞോ? ആ തൽക്കാലത്തേക്ക് കഴിഞ്ഞു. അല്ല, ഇങ്ങനെ ഉറങ്ങാതിരുന്ന നാളെ ഓഫീസിൽ ചെല്ലുമ്പോ ഉറക്കം തൂങ്ങില്ലേ? ആ, ഞാൻ ഉറങ്ങാതിരുന്നതിന് വേറെയും കാര്യമുണ്ട്. ദേ, ഈ ഫയൽ കണ്ടോ? ഇത് DGP ഏൽപ്പിച്ചൊരു ഫയലാ. ഇത് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. ഹൈലി കോൺഫിഡൻഷ്യലായ ഫയലാ. അതാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൊള്ളാം. ഇത് വെച്ചൊരു പ്ലാൻ തയ്യാറാക്കാം. ഇവര് തമ്മിലകലാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ ഫയലൊക്കെ നോക്കി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞോ? ആ, അതായിരുന്നു ഇതുവരെ. ഇനി ഈ ഫയല് രാവിലെ മതിയല്ലോ? ആ മതി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫയലായതുകൊണ്ട് ഞാൻ തന്നെ സൂക്ഷിച്ചേക്കാം. ഓക്കെ, രാവിലെ തന്നാ മതി, ഓഫീസിൽ പോകുമ്പോ. ഓക്കെ. ഇവന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. ഇവൻ ഇവളുടെ കഴുത്തി കെട്ടിയ ആ താലിമാലയും ഞാൻ പൊട്ടിക്കും. അല്ല, മ്യൂറൽ പെയിന്റിംഗ് കോമ്പറ്റീഷന്റെ മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം സെറ്റാക്കി, ഞാനും അച്ഛനും അമ്മയും കൂടി. അതെല്ലാം പാക്ക് ചെയ്ത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്നാലും ഉറങ്ങാം. ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവളിത് എവിടെയാ വെച്ചിരിക്കുന്നത്? ആ പൂജാമുറിയിലായിരിക്കും ആ പാക്കറ്റ് സൂക്ഷിച്ചിരിക്കുന്നത്.
എന്ത് ഭംഗി! ഇത്രയും ഭംഗിയിൽ അയച്ച് നിങ്ങൾ സെലക്ഷൻ മേടിക്കണ്ട. ഈ മീനാക്ഷി ഇതെവിടെ പോയി? ഓഫീസിൽ പോകുമ്പോ ആ ഫയല് വേണമല്ലോ. മീനാക്ഷി, മീനാക്ഷി! ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? റെഡിയായി. ഇന്ന് DGP കാണേണ്ട ദിവസമല്ലേ? ആ എല്ലാം വളരെ പങ്ക്ച്വലായിരിക്കണം. മീനാക്ഷി, ആ ഫയലിംഗ് എടുത്തേ. ആ, ഇപ്പൊ എടുത്തുതരാം. ആ. എവിടെ പോയി? എന്താ? ആ ഫയൽ ഇവിടെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലെന്നോ? ഇന്നലെ നീയല്ലേ എന്നോട് ഫയൽ വാങ്ങിച്ച് അലമാരയിൽ വെച്ചത്? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്, ഫയൽ അവിടെ തന്നെ കാണും. കാണുന്നില്ലല്ലോ ACP. എന്താ മീനാക്ഷി ഇത്? നേരെ ഒത്തിരിയായി. തമാശ കളിക്കല്ലേ? തമാശയല്ല ACP. ആ ഫയൽ ഇവിടെ കാണുന്നില്ല. എന്താ ഇത്? ACP ഒന്ന് ഓർത്ത് നോക്കിയേ. രാവിലെ എങ്ങാനും ACP ഫയൽ എടുത്തോ? ഞാനെങ്ങും എടുത്തിട്ടില്ല എന്റെ മീനാക്ഷി. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലാ. എന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ട എന്റെ ജോലി തെറിക്കും. അതറിയാമോ? ഇന്ന് ഉച്ചയ്ക്ക് DGPയുടെ മീറ്റിംഗ് ഉള്ളതാ. ആ ഫയലില്ലാതെ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതെവിടെ പോവാനാ? അതിവിടെ തന്നെ കാണും. ഒരു കാര്യം ചെയ്യ് ACP ഓഫീസിലേക്ക് പോയിക്കോ. ഉച്ചയ്ക്കല്ലേ ഫയല് വേണ്ടത്? അത് ഞാൻ എവിടെന്നെങ്കിലും തപ്പിയെടുത്തോണ്ട് വരാം. മീനാക്ഷി, ഞാനൊന്ന് പറയുന്നത് കേക്ക്. ACP ഇപ്പൊ പോ. ആ ഫയല് കണ്ടുപിടിച്ച് ഞാൻ ACPക്ക് തന്നിരിക്കും, ഉറപ്പ്. ഞാൻ നിന്നെ വിശ്വസിച്ച് പോവാം മീനാക്ഷി. നമ്മുടെ ജീവിതം ആ ഫയല്, അത് മറക്കരുത്. ദൈവമേ, ആ ഫയൽ ആര് കൊണ്ടുപോയി? എന്റെ ദൈവമേ, ആ ഫയൽ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരണേ. എന്താ മോളെ, എന്താ നിന്റെ മുഖമല്ലാതിരിക്കുന്നത്? അമ്മേ, ACPയുടെ ഒരു ഓഫീസ് ഫയൽ കാണുന്നില്ല. ഫയല് കാണാനില്ലെന്നോ? ആ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഓഫീസ് ഫയലായിരുന്നു. ഇന്നലെ രാത്രി ഞാന് അത് ACPയുടെ കയ്യിൽ നിന്ന് വാങ്ങി അലമാരിയിൽ പൂട്ടി വെച്ചത്. എന്നിട്ട് അത് എവിടെ പോയി? ആ, എനിക്കറിയില്ലമ്മേ. എന്തൊരു കഷ്ടമാ. അല്ല, നിനക്ക് വല്ല ഓർമ്മപ്പശം പറ്റിയതാണോ? ഇല്ലമ്മേ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ ആ ഫയൽ എവിടെ പോവാനാ? അതാ ഞാനും ആലോചിക്കുന്നത് അമ്മേ. മോളെ, നീ ടെൻഷൻ അടിക്കാതെ. ഫയല് കിട്ടിയിട്ട് ആർക്ക് എന്ത് ചെയ്യാനാ? ആ, കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ പ്രമാണം. വാ, നമുക്ക് എല്ലായിടത്തും നോക്കാം. വാ. നോക്ക്. എന്ത് ചെയ്യും? മോളെ, ഫയൽ എങ്ങും പോകാൻ വഴിയില്ല. നമുക്ക് എല്ലാ മുറിയിലും നോക്കാം. എല്ലാ മുറിയിലും നോക്കുന്ന എന്തിനമ്മേ?
ഇവരുടെ മുറിയിലല്ലേ ഇത് കാണാൻ വഴിയുള്ളൂ. ആ മുറിയിൽ കാണുന്നില്ലല്ലോ. മീനാക്ഷി നോക്കിയതല്ലേ? ഞാൻ അവിടെ അരിച്ചു പിറക്കി നോക്കിയതാ. എങ്കിലും ഒന്നുകൂടി നോക്കാം ബാ. ആ മോളെ, നീ അവിടെ നോക്ക്. ഇപ്പൊ കണ്ടെത്തും അമ്മയും മകളും മകളുടെ മകളും കൂടി. മാഷിയിട്ട് നോക്കിയാൽ അത് കിട്ടില്ല. മോളെ, നീ ആ ഫയൽ എവിടെയാ വെച്ചത്? ദാ, ഈ അലമാരിയില ഞാൻ വെച്ചത്. അലമാര പൂട്ടുകയും ചെയ്തു. പൂട്ടി അലമാരയിൽ ആരെടുത്തുകൊണ്ട് പോവാനാ? നിനക്ക് വല്ല ഓർമ്മപ്പിച്ചകം വന്നതാണോ? ഇല്ല മുത്തശ്ശി, ഇന്നലെ രാത്രിയിലല്ലേ ഞാനിത് വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നതെങ്ങനെ പോയി? എനിക്കറിയില്ല. ദൈവമേ, ആ ഫയല് കിട്ടിയില്ലെങ്കിൽ ACPയുടെ ജോലി പോവല്ലോ. അല്ല, ഇനി ആരെങ്കിലും വൈരാഗ്യം തീർക്കാൻ ആ ഫയല് മനഃപൂർവ്വം മാറ്റിവെച്ചതാണോ? എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശി. ആരെങ്കിലും ഈ മുറി കയറി വന്ന് ആ ഫയല് മനഃപൂർവ്വം എടുത്ത് മാറ്റി തന്നെയാവും. ഉറപ്പാ. പക്ഷേ ആ താക്കോൽ എങ്ങനെ കണ്ടെത്തും? അതിനാണോ പ്രയാസം? ആ ശരിയാ, പഠിച്ച കള്ളികൾ ഇതിനകത്തുണ്ട്. അല്ല, അമ്മ എന്താ ആലോചിക്കുന്നേ? ആ ഫയല് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അമ്മേ മീനാക്ഷി, വാ വാ. എന്താ ചെയ്യുക? ഉച്ചയ്ക്ക് ശേഷം DGP മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണല്ലോ. മീറ്റിംഗ് നടക്കണമെങ്കിൽ ആ ഫയല് വേണം. ഫയല് കയ്യിലില്ല. എന്ത് ചെയ്യും? എന്താ സാർ, സാറിനെന്താ വല്ലാത്ത ടെൻഷനുള്ളതുപോലെ? ഏയ് നത്തിങ്. നിങ്ങൾക്ക് വെറുതെ തോന്നുന്നത്. ഞാൻ മറ്റൊരു കേസിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഓക്കെ സാർ. ഒരു സൂത്രപ്പണിയാ. കള്ളനെ കണ്ടെത്താൻ പ്രയോഗിക്കുന്ന വാക്കുകൊണ്ടുള്ള ഒരു ഒടിവിദ്യ. നിന്റെ തന്ത്രങ്ങളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഇതും പരാജയപ്പെടില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. ഫയലെടുത്ത് മാറ്റിയത് അവള് തന്നെ ആയിരിക്കും. ഇവിടെ വേറെ ആരെടുത്ത് മാറ്റാനാ? അവളെ അത് ചെയ്യും. ആ, ഒപ്പത്തിനൊപ്പം മറ്റൊരു കക്ഷി കൂടിയുണ്ട്, മാലതി. അവളും അത്ര മോശമൊന്നും അല്ല. പക്ഷേ കാർത്തിയോട് കാണിക്കില്ല, പേടിയാ. അല്ല, എങ്ങനെയാ പ്ലാൻ? അത് പറ. നമ്മള് ചായ കുടിക്കാനിരിക്കുന്നു, അവളെയും വിളിക്കുന്നു. അല്ല, ഈ ടെൻഷനിൽ നമ്മൾ ചായ കുടിക്കാനിരിക്കും നമ്മൾ വിശ്വസിക്കോ? ഞാൻ നിന്നെ നിർബന്ധിച്ച് വിളിക്കും, അപ്പ വന്നിരുന്നാ മതി. മീനാക്ഷി, എന്താ അമ്മേ? വാ ചായ കുടിക്കാം. ആ പിന്നെ മൈഥിലെ കൂടെ വിളിച്ചോ. മൈഥിലി, എടിതേ അമ്മ നിന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നു. മീനാക്ഷി വാ, വന്ന് ചായ കുടിക്ക. എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നുന്നില്ല. മീനാക്ഷി ആ ഫയല് കിട്ടാത്തിന്റെ സങ്കടത്തിലാ മോളെ. അയ്യോ, അതായിരുന്നോ? എന്റെ ദൈവമേ, മോളെ അമ്മ പറയാൻ മറന്നു പോയതാ. മോളെ, ആ ഫയൽ അമ്മ കണ്ടുപിടിച്ചു.
മോള് വിഷമിക്കണ്ട. ആ, വന്ന് ചായ കുടിക്ക, ഞാനത് എടുത്തു തരാം. ആ, ഒരു കറുത്ത ഫയലല്ലേ? അതൊരിടത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ആ, അമ്മ ഇപ്പൊ എടുത്തുതരാം. ആ, മോള് വന്ന് ചായ കുടിക്കാൻ നോക്ക. ആ സമയത്ത് ഞാൻ ഫയൽ എടുത്തു തരാന്ന്. ഇനി ഇവരത് എടുത്ത് മാറ്റിയോ? അയ്യോ, നിനക്ക് ചായ വേണ്ടേ? വേണ്ട, മതി. ഓ, ഈ ഫയല് ഞാൻ വെച്ചെടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്? എടി ഭയങ്കരി, ഇതാണല്ലേ ഒടിവിദ്യ. ആ, അതൊക്കെ എന്നെ പരീക്ഷിച്ചതായിരിക്കും. ഇനി ഈ ഫയൽ ഇവിടെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല. എലിക്കണിന്നും പറയും. ഇവളൊരു ക്രിമിനൽ ആണല്ലോ അമ്മേ. സംശയമുണ്ടോ? വരട്ടെ, എന്താണ് ഇവളുടെ അടുത്ത പരിപാടിയെന്ന് നോക്കാം. വാ 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 വാ. ഈ ഫയല് കത്തിത്തീരുന്നതോടെ കാർത്തിയും മീനാക്ഷിയും എന്നേക്കുമായിട്ട് പിരിയും. അതിനു മുൻപ് നിന്നെ ഞങ്ങൾ പച്ചയ്ക്ക് കത്തിക്കും. കൊന്നേക്കട്ടെ മീനക്ഷിപ്പാമ്പിനെ. കൊല്ലം വരട്ടെ മോളെ. തൽക്കാലം ഇതാണിപ്പോ അത്യാവശ്യം. ഇത് കൊണ്ടുചെന്ന് വേഗം കാർത്തിയെ ഏൽപ്പിക്കച്ചല്ലേ. വേഗം. നിന്റെ കേസ് ഞാൻ അവധിക്ക് വെക്കുന്നില്ല. ചെമ്പകമംഗലത്തൊരു കോടതിയുണ്ട്, അവിടെ ഹാജരാക്കിയിട്ട് അന്ത്യവിധി. വാടി ഇങ്ങോട്ട്. ആ ഫയല് കിട്ടിയില്ലെങ്കിൽ ഞാൻ DGPയോട് എന്ത് മറുപടി പറയും? വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി പോയല്ലോ. DGP ആണല്ലോ.
എന്ത് മറുപടി പറയും? ഹലോ. ആ മിസ്റ്റർ കാർത്തിക്, യെസ് സർ. ഞാൻ തന്ന ഫയൽ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സർ. എന്നാ അതുമായി എൻ്റെ ഓഫീസിലേക്ക് വരൂ. യെസ് സർ. ഈശ്വര, ഇന്ന് എൻ്റെ ജോലി പോവുമല്ലോ.